വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സിന്റെ അനിശ്ചിതകാല നിരാഹാര സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ 10ാം ദിവസവും തുടരുകയാണ്. ഉദ്യോഗാർത്ഥികൾ ഭിക്ഷ യാചിച്ചാണ് പ്രതിഷേധിക്കുന്നത്. റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ 8 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഹാൻസ് ജോണാണ് നമുക്കൊപ്പം ചേരുന്നത്. ഹാൻസ്, പലവിധത്തിലുള്ള സമരങ്ങൾ അവരെ ശ്രദ്ധയാകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ വിധത്തിലുള്ള സമരം നടത്തുന്നത്. പക്ഷേ അവരെ കണ്ടില്ല എന്ന മട്ടിലുള്ള പ്രതികരണമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. 8 ദിവസം കൊണ്ട് ഇനി കൂടുതൽ ആളുകൾക്കെങ്കിലും നിയമനം കിട്ടും എന്ന് ആ കുട്ടികൾ ആഗ്രഹിക്കുന്നു, അല്ലേ? ഈ കഴിഞ്ഞ ഏപ്രിൽ 2-നാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇത്തരത്തിൽ വനിതാ CPO ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രതിഷേധ സമരം ആരംഭിച്ചത്. അനിശ്ചിതകാല നിരാഹാര സമരമായിട്ടാണ് പ്രതിഷേധം ആരംഭിച്ചത്. ഇന്ന് അതിൻ്റെ 10ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഈ 10ാം ദിവസത്തിൽ ഭിക്ഷ യാചിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവർ പ്രതിഷേധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നിരവധിയായിട്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ അവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കാഴ്ചവെച്ചിരുന്നു. അതിൽ പ്രധാനമായും ഉപ്പിൽ മുട്ടുകുത്തിന്ന് സമരം, ശയന പ്രദക്ഷിണം, കൈയും കാലും കൂട്ടിക്കെട്ടി പ്ലാവിലത്തൊപ്പി ധരിക്കൽ, മണ്ണിനിഴയൽ, കണ്ണുകൊട്ടി ഏത്തമിടിയിൽ, കയ്യിൽ കർപ്പൂരം കത്തിക്കൽ, കൂട്ട ഉപവാസം എന്നിവയടക്കമുള്ള നിരവധി പ്രതിഷേധ പ്രകടനങ്ങൾ ഇവർ ഇവിടെ നടത്തിയിരുന്നു. നിലവിൽ ഇനിയിപ്പോൾ ഇവരുടെ റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ 8 ദിവസം മാത്രം ബാക്കിയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഭിക്ഷ യാചിച്ചുകൊണ്ട് ഏകദേശം 20-ലധികം ഉദ്യോഗാർത്ഥികൾ ഭിക്ഷ യാചിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത്. നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ ഇനിയിപ്പോൾ 8 ദിവസം മാത്രം ബാക്കിയുള്ളൂ. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലും ഒരു തീരുമാനവുമായിട്ടില്ല. എന്താണ് പ്രതീക്ഷ? ഇപ്പോഴും സർക്കാർ കൈവിടില്ല എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. എനിക്കൊന്നും വേറെ വഴിയില്ല. വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ നാട്ടിലിംഗത്തില്ല, എനിക്ക് പുറത്തു പോകേണ്ടി വരും. കുറേ നാളുകളായി ഒരു ഫംഗ്ഷന് പോലും പങ്കെടുക്കാറില്ല. ഈ ജോലിയുടെ കാര്യം ചോദിക്കുന്നത് കൊണ്ട് ഞാൻ എവിടെ ഒരു പരിപാടിക്ക് പോലും പോവാറില്ല. ഇതിപ്പം ഭിക്ഷ എടുക്കാൻ ഇറങ്ങിയേക്കും, പറ്റുന്നില്ല. ഇനിയും ഉള്ള ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാം. ഇങ്ങനെ തന്നെ പോകണം. ഞങ്ങൾക്ക് എല്ലാവർക്കും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ഞങ്ങൾ അത്രയും സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. പകുതി പേര് ഇപ്പം ഇത്രയും ഹെൽത്ത് ഇഷ്യൂസ് കാരണം BP ലോ ആയും ഹൈ ആയും അതുപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷൻ വന്ന് കുറേ പേരുകൾ വീട്ടിലേക്ക് പോയി. നമുക്ക് പറ്റുന്നില്ല. ഇവിടെയാണ് ഞങ്ങൾ കിടക്കാറ്. ഞങ്ങൾക്കൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടി മാത്രമാണ് ഒരു ചെറിയൊരു വീടുണ്ട്. ഞങ്ങൾക്ക് ആരുടെ സപ്പോർട്ടും ഒന്നുമില്ല. ആ വീട്ടിൽ പോയിട്ട് ഞങ്ങളൊന്ന് കിടക്കാൻ പോലും പറ്റില്ല. ആ വീട്ടിൽ പോയിട്ട് ഒന്ന് ജസ്റ്റ് പോയിട്ട് ഫ്രഷ് ആവും. ഞങ്ങൾ ഇവിടെ വരും. രാത്രി ഞങ്ങൾ ഇവിടെയാണ് കിടക്കാറ്. കുറച്ച് പേര് തീരെ വയ്യാത്തതുകൊണ്ട് തിരുവനന്തപുരത്ത് തന്നെയുള്ള കുട്ടികളെ വീട്ടിലേക്ക് പോയേക്കോ ഇന്ന്. കാരണം ഞങ്ങൾക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ഈ 10 ദിവസമായിട്ട് 11 ദിവസമായിട്ട് ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. അങ്ങനെ കുറച്ച് പേര് ഓരോ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി നിൽക്കുക. ആരുടെയും സപ്പോർട്ടില്ലാതെ ഞങ്ങൾ ഇവിടെ വെക്കുമ്പോൾ അപ്പോഴും കുറേ പേര് പറയുന്നത് കുറേ പേര് ഞങ്ങളെ പിറകിലുണ്ട്, കുറേ സംഘടനയുണ്ട് എന്നൊക്കെ. ഞങ്ങൾ ആരുമില്ല. ഞങ്ങൾ കുറച്ച് പേര് കുറച്ച് കാശ് പിരിച്ചെടുത്ത് ഞങ്ങളിൽ നിന്ന് കാശ് പിരിച്ചെടുത്തിട്ട് നടത്തുന്നതായത്. കാരണം ഞങ്ങൾക്ക് ജോലി വേണം. ഈ ജോലി ഇല്ലാതെ വേറെ വഴിയില്ല. ഞങ്ങൾക്ക് പറ്റുന്നത്ര പേർക്ക് നിയമനം നൽകണമെന്നാണ് പ്രധാന ആവശ്യം. അതെ, ഞങ്ങൾക്ക് പറ്റുന്നത്രയും ആൾക്കാർക്ക് ഇവിടെ ഞങ്ങളൊരു 300-350 റാങ്ക് വന്ന് 350 വേക്കൻസി വന്ന് ഞങ്ങളെല്ലാവരും കയറിപ്പോവും. അത്രയും കുടുംബം രക്ഷപ്പെടും. അത്രയും കഷ്ടപ്പാടുള്ള ആൾക്കാരാണ് എല്ലാവരും. ബിനിൽ, എന്തായാലും അവർ പറയുന്നത് ഇത്രയാണ്, കഴിയുന്ന അത്രയും പേർക്കെങ്കിലും നിയമനം നൽകണം, അത്രയെങ്കിലും കുടുംബങ്ങൾ രക്ഷപ്പെടണം. 900-ലധികം ഉദ്യോഗാർത്ഥികളുടെ ലിസ്റ്റാണ് സർക്കാർ പ്രസിദ്ധീകരിച്ചത്. പക്ഷേ അതിൽ നിയമനം ലഭിച്ചത് 200-ലധികം ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ്. ലിസ്റ്റിന്റെ 30% താഴെ മാത്രം ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം ലഭിച്ചിരിക്കുന്നു. പക്ഷേ ഈ കഴിഞ്ഞ 10 ദിവസമായി സമരം നടത്തിയിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂല നിലപാടുണ്ടാകുന്നില്ല, ചർച്ചയ്ക്ക് വിളിക്കുന്നില്ല, സർക്കാരിനെ കൊണ്ട് കഴിയുന്നത് എന്താണെന്ന് വ്യക്തമാക്കുന്നില്ല എന്നതടക്കമാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആൻസ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ സംസ്ഥാനത്ത് വനിതാ പോലീസുകാരെ CPO വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ കൂടുതൽ വേണം എന്ന നിലപാട് എടുക്കുമ്പോൾ പോലും അത് ഒഴിവുകൾ നികത്താൻ സർക്കാരിന് സാധിക്കുന്നില്ല. PSCയുടെ അഡ്വൈസ് മെമ്മോ ലഭിച്ചത് 300-ൽ താഴെ മാത്രം ആളുകൾക്കാണ്. 250-ഓളം ആളുകൾക്ക് മാത്രമാണ്. ഇതിൽ ജനറൽ ലിസ്റ്റും ഒപ്പം തന്നെ അതിൻ്റെ കൂടെയുള്ള സബ്സിഡറി ലിസ്റ്റും ഉൾപ്പെടെ 900 പേരുടെ ലിസ്റ്റുണ്ട്. അതിൽ പകുതി ആളുകൾക്ക് പോലും നിയമനം ലഭിച്ചിട്ടില്ല. ഈ ലിസ്റ്റിൻ്റെ കാലാവധി 8 ദിവസം കൊണ്ട് പൂർത്തിയാകും എന്നുള്ള കാര്യം കൂടി പ്രധാനപ്പെട്ടതാണ്. ഹാൻസ് ജോണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.